ഹലോ, വെൽക്കം ടു സൂസ് പെപ്പർ ക്യാൻഡി. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ട് സന്തോഷമായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു ബീഫ് റോസ്റ്റാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു റെസിപ്പിയാണ്. ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 1/2 കിലോ ബീഫ് നമ്മൾ സാധാരണ മസാലപ്പൊടിയൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യാൻ 30 മിനിറ്റ് വെക്കണം. അതിനായിട്ട് ഞാൻ ചേർത്ത മസാലപ്പൊടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയുടെ അളവ് മുളക് പൊടിയേക്കാൾ കൂടുതലായി നിൽക്കണം, ഉപ്പ്, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റിന് ശേഷം കുക്കറിനകത്തൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി നേരത്തെ എടുത്ത അതേ മസാല തന്നെ കുറച്ചും കൂടെ അളവ് കുറച്ചെടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഹോൾ പെരിഞ്ജീരകം, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നല്ലൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു സവോള ചേർത്തിരിക്കുന്നത്. സവോളയേക്കാൾ എപ്പോഴും ബീഫ് റോസ്റ്റിന് നല്ലത് ചെറിയുള്ളിയാണ്. എൻ്റെ ഒരു ചെറിയുള്ളി കുറവായിരുന്നു, അത് കാരണം ഞാൻ സവോള എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയുള്ളി തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അതേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യാം. ഈ മസാല ഒന്ന് നന്നായിട്ട് ചൂടായി അതിനകത്ത് നിന്ന് എണ്ണ ചെറുതായി തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫില്ലേ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ 1/4 കപ്പ് വെള്ളം ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതല്ലാതെ ബീഫിൽ നിന്നുള്ള വെള്ളവും എല്ലാം കൂടെ ഒന്ന് ഇതിനകത്തേക്ക് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഗ്രേവി ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റാം. പുളി കുറവാന്ന് തോന്നുമെങ്കിൽ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു ബീഫ് റോസ്റ്റ് കുറച്ചും കൂടെ വെളിച്ചെണ്ണയിൽ ഒഴിച്ചൊന്ന് വരട്ടിയെടുത്താൽ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ബീഫ് റോസ്റ്റിന് എപ്പോഴും നല്ലത് ചെറിയുള്ളിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി തന്നെ വെച്ച് ഉണ്ടാക്കാൻ നോക്കുക, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ അനദർ വീഡിയോ. ബൈ.